ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ദിവ്യാസ് ഗാർഡൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഇന്ന് വന്നിരിക്കുന്നത് സാൻസവേരിയ അഥവാ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു റീപോട്ടിംഗ് വീഡിയോ ആയിട്ടാണ്. ഈ പ്ലാന്റ്സ് ഞാൻ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു, സൂപ്പർ പാക്കിങ്ങുമായിരുന്നു. മെറി ഗ്രീൻ എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് വാങ്ങിച്ചത്. അവർ ഒരു കോംബോ ഓഫറായിട്ടാണ് മേടിച്ചത്. 380 രൂപയായിരുന്നു. ഇതിനു മുന്നേ ഒരു തവണ ഞാൻ സാൻസവേരിയ പ്ലാന്റ് നട്ടപ്പോൾ കൊക്കോപീറ്റ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ പ്ലാന്റ് നശിച്ചുപോയി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൊക്കോപീറ്റോ വളങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നല്ല ഡ്രെയിനേജ് ഹോളുള്ള 6 ഇഞ്ച് പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഉമിയും പിന്നെ ഈ മഴയത്തൊക്കെ ഒഴുകി വരുന്ന മണലില്ലേ, അതും കൂടി മിക്സ് ചെയ്താണ് ചെടി നടുന്നത്. ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന മിക്ക പ്ലാന്റ്സും കിട്ടുമ്പോൾ ചകിരിച്ചോറിൽ അല്ലെങ്കിൽ കൊക്കോ ചിപ്സ് അതിലുണ്ടായിരിക്കും. ഞാൻ സാധാരണ അത് റിമൂവ് ചെയ്തിട്ടാണ് നടാറ്. ഇപ്പോൾ മഴയും കൂടി ഉള്ള കാരണം അത് ഇരുന്നാൽ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേരുകളൊന്നും ഒരുപാട് പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് അതിൻ്റെ കൊക്കോ ചിപ്സൊക്കെ നന്നായിട്ട് മാറ്റിയതിന് ശേഷം വേണം നടാൻ വേണ്ടിയിട്ട്. നാടൻ സാൻസവേരിയ പ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ച് സെൻസിറ്റീവ് ആണ് ഈ പ്ലാന്റ്. ചെടി ഒന്ന് പിടിച്ച് സെറ്റായതിനു ശേഷം മാത്രം വേറെ വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാ പ്ലാന്റ്സിൻ്റെയും കൊക്കോ ചിപ്സൊക്കെ മാറ്റിയതിന് ശേഷം നന്നായി സാഫ് തേച്ച് കൊടുക്കുന്നുണ്ട്. സാഫ് നല്ലൊരു ഫംഗിസൈഡാണ്. സാഫ് ഉപയോഗിക്കുമ്പോൾ വേരുകൾക്കൊന്നും പെട്ടെന്ന് ചീച്ചിൽ വരാതെ സഹായിക്കുന്നു. ഈ സാഫ് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. വേരിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ചെടികളൊക്കെ വളർന്നു വരുമ്പോൾ 15 ദിവസം കൂടുമ്പോൾ 1 ടീസ്പൂൺ സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതോ സ്പ്രേ ചെയ്യുന്നതോ നല്ലതായിരിക്കും. അപ്പോൾ ഫംഗസ് ഒന്നും വരാതെ ചെടി ഹെൽത്തിയായി വളരും. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. അമ്മായിയമ്മയുടെ നാക്ക് അഥവാ മദർ ഇല്ലോസ് ടങ് എന്നൊരു രസകരമായ പേര് കൂടിയുണ്ട് ഈ പ്ലാന്റിന്. എന്താ കാരണമെന്ന് എനിക്കറിയില്ല, ഗൂഗിളിൽ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇവിടെ ഏകദേശം പോട്ട് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് നട്ടതിന് ശേഷം ചുറ്റുമൊന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കുന്ന നന്നായിരിക്കും. അപ്പോൾ പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നും പെട്ടെന്ന് ഇളക്കം തട്ടില്ല. പുതിയ പ്ലാന്റ് ആയതുകൊണ്ട് കുറച്ച് ടൈറ്റായി പോട്ട് ചെയ്തില്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇപ്പോൾ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 3 വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. നമ്മളിവിടെ പ്ലാന്റ്സൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാവുന്നതാണ്. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, എയർ പ്യൂരിഫയർ ആണ്. ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ ഗൂഗിളിൽ കണ്ടത് വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ.